ഹലോ, എല്ലാവർക്കും എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം. ഇതാണ് കേട്ടോ എൻ്റെ കിച്ചൺ. വിൻഡോ ഓപ്പൺ ചെയ്തുതരാം. അപ്പോൾ നമുക്ക് കിച്ചണിൻ്റെ ആദ്യം തന്നെ ഫ്രിഡ്ജാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഞാനിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി റോട്ടയാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. അത് പിന്നെ ഡ്യൂട്ടി റോട്ട മാത്രമല്ല, എന്തെങ്കിലും അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കാൻ ഇത് പെട്ടെന്ന് ഓർക്കുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇച്ചാനായാലും അല്ലെങ്കിൽ മറന്നു പോകും പെട്ടെന്ന്, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സുകളൊക്കെ വരുമ്പോൾ കണ്ടോ, ഞാൻ എനിക്ക് ഐവിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കും ഇതിനകത്ത്, ഈ കലണ്ടറിൽ. പിന്നെ ഇത് രണ്ടും ടെമൂന്ന് വാങ്ങിച്ചാൽ, ഇത് ഞാൻ എന്തെങ്കിലും നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നു പോവുകയാണെങ്കിൽ ഇതിനകത്താണ് എഴുതി വെക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും തീർന്നു പോകുന്നതൊക്കെ എഴുതി വെക്കുമ്പോൾ പെട്ടെന്ന് കടയിൽ പോകുമ്പോൾ ഓർക്കില്ല, ഇല്ലെങ്കിൽ ഞാൻ മിക്കവാറും മറന്നു പോകും. ഇത് എഴുതി വെച്ചാൽ പിന്നെ ഞാൻ ഓർക്കും കേട്ടോ. ഇതെല്ലാം ഞാൻ ടെമൂന്ന് വാങ്ങിച്ചത്, ഇതെല്ലാം മാഗ്നറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വെച്ച് എഴുതുകയും ചെയ്യാം, എഴുതി കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് കഴിയുമ്പോൾ തുടച്ച് കളയുകയും ചെയ്യാം. ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു സാധനമാണ് കേട്ടോ. മേളിൽ ഞാൻ എൻ്റെ സ്റ്റൂൾ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഈ മേളിൽ കൊട്ടകളിലിരിക്കുന്നതെല്ലാം ഈ കഴുകി വെച്ച കുപ്പികളൊക്കെ, അപ്പോൾ അതെനിക്ക് എടുക്കാനുള്ള ആക്സസിന് വേണ്ടി അതിനാണ് ഈ സ്റ്റൂൾ വെച്ചേക്കുന്നത്, ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഫ്രിഡ്ജ്. അത് കഴിഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷെൽഫുകളാണ്. ഇത് രണ്ടിലും ഞാൻ പാത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് താഴത്തെ രണ്ട് ഷെൽഫുകളും പാത്രങ്ങളാണ് അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ മുകളിലത്തെ ഷെൽഫിൽ ഞാൻ അതായത് എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്നതെല്ലാം ഞാൻ ഈ ഒരു ഷെൽഫ് ഇതിനകത്ത് ഇട്ട് വെക്കും, ബാക്കി പാക്കറ്റ് വരുന്നത്. പിന്നെ ഇവിടെ പാത്രങ്ങൾ പിന്നെ ഇതിനകത്താണ് ഞാൻ അരി ഇട്ട് വെച്ചിരിക്കുന്നത്. അരി, പിന്നെ ഇതിൽ പച്ചരി. ഇത് രണ്ടും ഞാൻ ടെമൂന്ന് വാങ്ങിയതാണ്. പിന്നെ എൻ്റെ കട്ടിംഗ് ബോർഡാണ്. അത് ഞാനിങ്ങനെ ഒരു ക്ലിപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ മേൽ തന്നെ വെച്ചു. ഇത് ചപ്പാത്തിയുടെ പരത്തുന്ന അത് ഞാനിതുപോലെ തന്നെ ക്ലിപ്പ് വെച്ചിട്ടേ, അപ്പോൾ എളുപ്പമുണ്ടല്ലോ എടുക്കാനൊക്കെ. അത് കഴിഞ്ഞ് വേറെ ഷെൽഫുണ്ട്. പിന്നെ ഇവിടെയാണ് പാത്രങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഐക്കിന്ന് വാങ്ങിച്ച സിലിക്കണിൻ്റെ ഇതാണ് കേട്ടോ, ഒരു കവർ. ഇതാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. നമുക്ക് എന്തായാലും പാത്രം ചിലപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഒതുങ്ങിയിരിക്കുക, അത് നമുക്ക് ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ ഭയങ്കര യൂസ്ഫുള്ളൊരു ഐറ്റം കേട്ടോ. ഇത് ഞാൻ ഐക്കിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇത് ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഓവൻ അവിടെ ഇരിക്കുന്നുണ്ട്, അടുപ്പിൽ എന്തെങ്കിലും വെക്കുമ്പോൾ ഇത് പിന്നെ ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ അടുപ്പുണ്ടല്ലോ, ഇത് ശരിക്കും UK എല്ലാ അടുപ്പുകളും എനിക്ക് തോന്നുന്നു സാധാരണ ഇതിങ്ങനെ ക്രോസ് ചെയ്യാറുണ്ട്. മിക്കവാറും 5 വരുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ബാക്കി ചിലതുണ്ട് ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നത്, ഇല്ലെങ്കിൽ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വരും. നമ്മുടെ ഈ ചട്ടും പാത്രമൊക്കെ വെക്കുമ്പോൾ ചീനിച്ചട്ടിയൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ അടിവശം ഇങ്ങനെ ഇതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പാത്രമൊക്കെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ അപ്പം നമ്മുടെ പാത്രമൊക്കെ ഇരിക്കാൻ പറ്റും. കണ്ടോ, ഞാനങ്ങനെ 4ൻ്റെയും കട്ട് ചെയ്താൽ കേട്ടോ. പിന്നെ ഇത് ടെമൂന്ന് വാങ്ങിച്ചാൽ, ഇത് ഹീറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പം സ്റ്റൗവിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണാലും പെട്ടെന്ന് എപ്പോഴും നമുക്ക് തുടച്ചുകൊണ്ടിരിക്കാനുള്ളതല്ലല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ഇവിടുത്തെ വീണാലും നമുക്ക് വാഷ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യാം. ഇതും എനിക്ക് ഭയങ്കര ടെമൂലെ കുറേ സാധനങ്ങളൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ നമ്മുടെ ദോശക്കല്ല് വെക്കാൻ വേണ്ടി ചിലപ്പോൾ ഓയിൽ കാണാം, അതിന് വേണ്ടി ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ റബ്ബറിൻ്റെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഹീറ്റ് പ്രൊട്ടക്റ്റഡ് ആട്ടോ, വാഷബിളും റീയൂസും ആണ് ഇതെല്ലാം. ഇതെനിക്ക് ഭയങ്കര കുട്ടി ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. ഏലക്കപ്പൊടി അങ്ങനത്തെ ഇട്ട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സ്പൂണും അങ്ങനത്തെയൊക്കെ ഞാൻ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചു. ഇനി ഇവിടെ ഇത് കണ്ടോ, കുറേയൊക്കെ വെള്ളം തെറിച്ച് ഇവിടെ ഇങ്ങനെ അഴുക്കായിട്ടുണ്ട്. അപ്പം അതാണ് അടുത്ത പ്ലാൻ. അതായത് നമ്മുടെ ഇങ്ങനെ വാൾപേപ്പർ കിട്ടും, വാൾപേപ്പറിൻ്റെ കുറച്ച് ടൈലിൻ്റെ പോലത്തെ ഒക്കെ കിട്ടും, കുറച്ച് ലാസ്റ്റ് ചെയ്യുന്നത്.
അത് വാങ്ങിച്ച് ഒട്ടിക്കണം എന്നുണ്ട്. അത് ഞാൻ ഒട്ടിക്കുമ്പോൾ അടുത്ത വീഡിയോ ഇടാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തെല്ലാം കണ്ടി ബ്രഷൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനത്തെ ക്ലിപ്പുകൾ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വെക്കാനും ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടിരിക്കും. ഇതെൻ്റെ ക്യൂട്ടി കോഴിയാണ് കേട്ടോ. സോറി, ഞാൻ ഷെൽഫ് കാണിക്കും. ഇത് നമ്മുടെ ഹീറ്ററിൻ്റെ ഹോട്ട് വാട്ടറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അവിടെ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല. ഇവിടെയാണ് സ്നാക്സുകളൊക്കെ വെക്കുന്നത് സാധാരണ. ഇത് മല്ലി മസാല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചു. ഇത് ഞാൻ ടെമൂന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ ഉള്ളി, പിന്നെ ബനാന, വെളുത്തുള്ളി ഇതെല്ലാം വെക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ. അതൊന്നും അളിഞ്ഞു പോകാതെ എന്നാൽ അത്യാവശ്യം വായു സർക്കുലേഷൻ കയറുന്ന പോലെ തന്നെ ഉള്ളത് കേട്ടോ. ഇത് നമ്മുടെ റാക്സ്, നമ്മുടെ വാഷിംഗ് മെഷീനും ഡ്രയറുമാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇവിടെയും ഇതുപോലെ ഷെൽഫുകളുണ്ട്. ഇതിനകത്തൊക്കെ ഇവിടെയും ഞാൻ മിക്സിയുടെ ജാറും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചേക്കാം. പിന്നെ സ്പൂണ് അങ്ങനത്തതെല്ലാം വെച്ചേക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ്. എനിക്ക് എപ്പോഴും വെള്ളം ഒഴിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ രാവിലെ ആകുമ്പോൾ ഇവിടെ സൺലൈറ്റ് ഉണ്ടോ കേട്ടോ, ഇങ്ങോട്ട് ഈ ഒരു വശത്തേക്ക്. ഞാനിങ്ങനെ 2 കർട്ടനാണ് വാങ്ങിച്ചിട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് നൈറ്റ് ഇത് കട്ടിയില്ലെങ്കിൽ നമ്മൾ മോർണിംഗിലൊക്കെ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മളെ കാണാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ട് വെട്ടം അത്യാവശ്യം കയറും. പിന്നെ ഇതിടുവാണെങ്കിൽ ഒരു ഡാർക്ക്, അതായത് നമുക്ക് നൈറ്റിലൊക്കെ ആകുമ്പോൾ ഞാൻ ലൈറ്റ് ഇടുമ്പോൾ ഇത് വെച്ച് അടയ്ക്കും. എന്നാൽ മോർണിംഗിലാകുമ്പോൾ സൺലൈറ്റ് കയറുകയും വേണം. അന്ന് എനിക്ക് വിൻഡോയുടെ ഒരു മറവും വേണമെന്നാണ് ഞാൻ ഇങ്ങനത്തത് വാങ്ങിച്ചത്. ഇതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇതാണ് നമ്മുടെ വൈൻ ഗ്ലാസ്സുകളെല്ലാം ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വീട് വാങ്ങിക്കുമ്പോഴേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ ക്ലിയർ ആയിട്ടെല്ലാം കാണണം, അത് എന്തൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് കാണണം. പിന്നെ എനിക്ക് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞാനിവിടെ കൂടുതലും ഗ്ലാസിൻ്റെയാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി അറേഞ്ച് ചെയ്തതാണിത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഈ ഭരണികളെല്ലാം ഞാൻ ഐക്കിയെന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഭംഗിയായിട്ട്. പിന്നെ ഇതെവിടെയോ ഞാനൊരു പിന്നിൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു കണ്ടതാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തത്. അതോ ഞാൻ ഏതോ ഇൻസ്റ്റഗ്രാം പേജ് അങ്ങനെ എന്തോ കണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തൊരു ഐഡിയ കിട്ടിയത്. പിന്നെ എൻ്റെ ക്യൂട്ടിക്കൊട്ട. ഇതിനകത്ത് എന്തെങ്കിലും അലുകുലത്തെ സാധനങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് ഇതിനകത്ത് വെക്കും. നമുക്ക് എത്ര അടുക്കി പറിക്കാലും എന്തെങ്കിലുമൊക്കെ അലുകുലത്ത് കാണുമല്ലോ. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ എനിക്കൊരു മടിയുണ്ട്. ചായയുടെ എപ്പോഴും ആവി പിടിക്കും. പിന്നെ ഐസിൻ്റെ അങ്ങനെ കുറേ അലുകുലത്തതെല്ലാം കൂടെ പറക്കി ഇതിനകത്ത് വെക്കും. എന്നിട്ട് ഇതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടിരിക്കും. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ അൾഡി പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത് ഞങ്ങളുടെ ക്യാൻഡിൽ സ്റ്റാൻഡാണ്. അത് കഴിക്കുന്ന സമയത്തൊക്കെ വെക്കും. പിന്നെ ഞാൻ കൂടുതൽ റൈസ് കുക്കറിലാണ് ഇവിടെ ഞാൻ വെക്കുന്നത്. അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനാണ് നമ്മുടെ കപ്പ് സ്റ്റാൻഡ്. ഇതെവിടെയോ ഞാനിങ്ങനെ തൂക്കി, അതും ഇൻസ്റ്റഗ്രാം പേജിൽ എവിടെയോ ഞാൻ കണ്ടു. പിന്നെ ബാക്കി ഞാനിങ്ങനെ എൻ്റെ ഒരു ഐഡിയ വെച്ചെടുത്തു. ഇത് ഫ്രീസറാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സാധനം ഫ്രോസൺ ഐറ്റംസാണ് വരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് കാരണം ഞങ്ങൾ അവിടെ എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. സോറി, ഞാൻ 2 കാര്യം കാണിക്കാം. ഇത് ഒരു കുഞ്ഞു കലണ്ടറാണ്. ഇത് ഐവിന് എൻ്റെ മൂത്ത ആൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത്. അപ്പം ഞാനത് സ്കൂൾ ഹോളിഡേയ്സൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ പെട്ടെന്ന് നമുക്ക് നോക്കാനൊരു ക്വിക്ക് കലണ്ടറും ആണല്ലോ. ഞാൻ അതിനകത്തൊക്കെ മാർക്ക് ചെയ്തൊരു ചെറിയ സ്പേസും വേണ്ട അധികം, അതിനുവേണ്ടി വെച്ചതാണ്. ഇവിടെ പിന്നെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ, വെയിൻ മെഷീന്, നമ്മുടെ കിച്ചണിൻ്റെ വെയിറ്റ്സൊക്കെ നോക്കാനും. പിന്നെ ഇതൊക്കെ മാനുവലാണ്, ഇതിൻ്റെയൊക്കെ ബുക്കിൻ്റെ ഒക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. ലൈറ്റ് ഇട്ടിട്ടുള്ള ലൈറ്റ് ഓഫ് കുറച്ചുകൂടി ഇതിൻ്റെ ലൈറ്റ് കത്തുന്നത് ശരിക്കും നൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ നൈറ്റിലാകുമ്പോൾ ഒരു കോസി വൈബ് കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ അടച്ചു വെക്കും.